Hi, welcome to the video. നമ്മൾ ഇന്ന് നോക്കുന്നത് KSRTC പഞ്ചപാണ്ഡവ ദർശനം പാക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഡിപ്പോയിൽ നിന്ന് KSRTC പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജൂലൈ 28-നാണ് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശൻ KSRTC സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ആറന്മുള ആ, വള്ളസദ്യ, നമ്മുടെ വഞ്ചിപ്പാട്ടോടു കൂടിയുള്ള വള്ളസദ്യ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത. അപ്പം ജൂലൈ 18-ന് ആണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ 9744135537 ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അവർ പറഞ്ഞു തരും. അതിൻ്റെ പാക്കേജ് റേറ്റും എന്തൊക്കെയാണ് ഈ ഒരു പാക്കേജിൽ ഉള്ളതെന്നും എത്ര മണിക്കാണ് പോകുന്നതെന്നും ഏതൊക്കെ അമ്പലങ്ങളാണ് പോകുന്നത് ഇതെല്ലാം പറഞ്ഞു തരും. അപ്പം ജൂലൈ 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ഈ ഒരു പാക്കേജ് ഉണ്ട്. വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നും ഈ സെയിം ദിവസം തന്നെ ജൂലൈ 28-ന് തന്നെ വെഞ്ഞാറമൂട് ട്രിവാൻഡ്രത്തുള്ള വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നും ഈ ഒരു പഞ്ചപാണ്ഡവ പാക്കേജ് ദർശൻ KSRTC പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കിട്ടും. വളരെ KSRTC 2 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്കേജാണ്. ഞാൻ എപ്പോഴും ഉള്ളതുപോലെ തന്നെ KSRTCയുടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്ത് വരാം. നമുക്ക് ഈ വള്ളസദ്യയൊന്നും നമുക്ക് പബ്ലിക്കലി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനുള്ള സൗകര്യം KSRTC ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി, സ്ത്രീകളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ആണെങ്കിൽ പോലും പോയിട്ട് വരാം. ഇങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ KSRTCയോടെ ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് ആ ഒരു വൈബ് അനുഭവിച്ചറിയാൻ പറ്റും KSRTCയോടൊപ്പം ഉള്ളൊരു യാത്രയുടെ. ഒരു ടൂർ പാക്കേജ് എന്ന് പറയുമ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ്. KSRTC യാത്രയായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി അടുത്തത് ജൂലൈ 28-ന് തന്നെ മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ 9400657240. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നിന്നുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ജൂലൈ 28-ന് വൈക്കം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9995987321. ഈ നമ്പറിൽ വിളിക്കുക, അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ജൂലൈ 28-ന് പിന്നെ ട്രിപ്പ് ഉള്ളത് മൂലമറ്റം ഡിപ്പോയിൽ നിന്നാണ് പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446131933. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പള്ളിയോടങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പള്ളിയോടങ്ങളെ കുറിച്ച്. അപ്പം ഇത് നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരമാണ് ഈ പഞ്ചപാണ്ഡവ പാക്കേജ് എടുത്ത് നമ്മൾ പോകുമ്പോൾ. ഈ പള്ളിയോടങ്ങൾ കാണാൻ നമുക്ക് ഈ പള്ളിയോടങ്ങൾ വഞ്ചിപ്പാട്ട് പാടി പള്ളിയോടങ്ങൾ വരുന്നതും വഞ്ചിപ്പാട്ട് പാടി വള്ളസദ്യ കഴിക്കുന്നതും ഇതെല്ലാം നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ്. പിന്നെ അതുപോലെ ആറന്മുള കണ്ണാടിയുടെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അതെങ്ങനെയാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ എൻ്റെ അടുത്ത് തന്നെ ഉള്ള ഷോപ്പുകളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം KSRTCയോടൊപ്പം പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ജൂലൈ 28-ന് തന്നെ കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ദർശൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8089463675. ജൂലൈ 28 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓഗസ്റ്റ് 2-നാണ്. ഓഗസ്റ്റ് 2-ന് തൊടുപുഴ ഡിപ്പോയിൽ നിന്നാണ് പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ് ഉള്ളത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8304889896. ഓഗസ്റ്റ് 2-ന് തന്നെ മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നുണ്ട്. എറണാകുളം, തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഡിപ്പോയിൽ കൂടി കണക്ട് ചെയ്ത് വരാൻ പറ്റും. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് ഓഗസ്റ്റ് 2-നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447737983. പിന്നെ ഉള്ളത് ഓഗസ്റ്റ് 4-നാണ്. കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നാണ് ഓഗസ്റ്റ് 4-ന് ട്രിപ്പ് ഉള്ളത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9961222401. ഓഗസ്റ്റ് 4-ന് തന്നെ പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്.
കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7561808856. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 10 ഉള്ളൂ. ചാലക്കുടി ഡിപ്പോയിൽ നിന്നാണ് ഓഗസ്റ്റ് 10 ഉള്ളത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9074503720. ഓഗസ്റ്റ് 10 തന്നെ കൊട്ടാരക്കര ഡിപ്പോ, ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തു നിന്നുള്ളവർക്ക് ഈ ഒരു പാക്കേജിലൂടെ കണക്ട് ചെയ്യാം. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് സർവീസ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9567124271. ഓഗസ്റ്റ് 11 കായംകുളം ഡിപ്പോയിൽ നിന്ന് പാക്കേജ് ഉണ്ട്. ആലപ്പുഴ ഭാഗത്തുള്ളവർക്ക് ആ ഒരു ട്രിപ്പിൽ കണക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400441002. ഓഗസ്റ്റ് 11 തന്നെ കൊല്ലം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ ദർശനമുണ്ട്. കോൺടാക്ട് ചെയ്യാൻ 2 നമ്പറാണ് ഉള്ളത്. 9995554409, 8921950903. ഓഗസ്റ്റ് 11 കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാണ്, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ്. ഹരിപ്പാട് ഡിപ്പോയിൽ നിന്നാണ് അന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9746394739, 9447278494. ഓഗസ്റ്റ് 15 തന്നെ പിറവം ഡിപ്പോയിൽ നിന്ന് പാക്കേജ് ഉണ്ട്, പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446206897. ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 17 ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447249644. ഓഗസ്റ്റ് 17 ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9961530083. ഓഗസ്റ്റ് 18 ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്ന് പാക്കേജ് ഉണ്ട്, പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9947015111. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് 18 കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നുണ്ട്. എറണാകുളം ഭാഗത്തു നിന്നുള്ളവർക്ക് ഈ ഒരു ട്രിപ്പിൽ കണക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447223212. ഓഗസ്റ്റ് 19 എടത്വ ഡിപ്പോയിൽ നിന്ന് പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9846475874. ഓഗസ്റ്റ് 19 വൈക്കം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. 9995987321 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ KSRTCയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു തരും. ഓഗസ്റ്റ് 20 വെള്ളറട ഡിപ്പോയിൽ നിന്നാണ്, ട്രിവാൻഡ്രം വെള്ളറട എന്ന് പറയുന്ന ഡിപ്പോയിൽ നിന്നാണ്. ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തു നിന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ കണക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447798610. ഓഗസ്റ്റ് 20 തന്നെ എറണാകുളം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കണക്ട് ചെയ്യേണ്ട നമ്പർ 8129134848. ഓഗസ്റ്റ് 22 കോട്ടയം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8078248210. ഓഗസ്റ്റ് 22 വെഞ്ഞാറമൂട് ഭാഗത്തുനിന്ന്, വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് സർവീസ് ഉണ്ട്. ട്രിവാൻഡ്രം ഭാഗത്തു നിന്നുള്ളവർക്ക് അതിൽ കണക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447324718. ഓഗസ്റ്റ് 23 കോട്ടയം ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ ദർശൻ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8078248210. ഓഗസ്റ്റ് 23 കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 979567124271. ഓഗസ്റ്റ് 24 ചേർത്തല ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8848082089. ഓഗസ്റ്റ് 24 തന്നെ കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് KSRTC ചാർട്ട് ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9633732363. ഓഗസ്റ്റ് 28 മാവേലിക്കര ഡിപ്പോയിൽ നിന്നാണ് പഞ്ചപാണ്ഡവ പാക്കേജ് ഉള്ളത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9400657240. ഓഗസ്റ്റ് 28 തന്നെ വെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9447324718. ഓഗസ്റ്റ് 30 വരുമ്പോൾ തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. ഓഗസ്റ്റ് 30 തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നാണ്
പഞ്ചപാണ്ഡവ പാക്കേജ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9656018514. ഓഗസ്റ്റ് 30 ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895505815. ഓഗസ്റ്റ് 31 തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് പഞ്ചപാണ്ഡവ പാക്കേജ് ഉണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8304889896. ഓഗസ്റ്റ് മാസം അവസാനത്തെ ട്രിപ്പ് ഓഗസ്റ്റ് 31 എറണാകുളം ഡിപ്പോയിൽ നിന്നാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8129134848. അപ്പോൾ ഇത്രയും ട്രിപ്പുകളാണ് KSRTC ഓഗസ്റ്റ് മാസം പഞ്ചപാണ്ഡവ പാക്കേജ് ആറന്മുളയിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസവും ഉണ്ടാവും. ഒക്ടോബർ 2 ഈ ഒരു ആറന്മുള പാക്കേജിന് എൻഡ് ആവുന്നത്. അപ്പോൾ അതുവരെ KSRTC ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ മാസം ഉണ്ടാവും. ഞാൻ അതിൻ്റെ കലണ്ടർ പിന്നീട് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസത്തെ കലണ്ടറാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ട്രാവൽ നിങ്ങൾ ചാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSRTCയുടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്ത് വരാം, സേഫറായിട്ട് ഒറ്റയ്ക്ക് പോലും സ്ത്രീകളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോലും യാത്ര ചെയ്ത് വരാം. അപ്പോൾ KSRTC റിലേറ്റഡ് ആയിട്ടുള്ള ടൂർ പാക്കേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.